Hi everyone, welcome back to my YouTube channel. തംബ്നെയിൽ കണ്ട പോലെ ഇത് നമ്മളുടെ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടാണ്. 25th August 2025 മൺഡേ ആയിരുന്നു നമ്മളുടെ കല്യാണം. ശരിക്കും നമ്മൾ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് 7th August ഒരു തേഴ്സ്ഡേ ആയിരുന്നു. അത് നമ്മൾ വർക്കിംഗ് ആയിരുന്നു, പക്ഷേ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു ആഫ്റ്റർനൂണാണ് ഓഫീസിൽ പോയത്. നമുക്ക് രാവിലെ ഒരു ഗോൾഡൻ അവർ ടൈമിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. അപ്പോഴും നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് കൊല്ലത്തുനിന്ന് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം ഓഫീസ് ടൈമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ല ബ്ലോക്കായിരിക്കും. നമുക്കും കുറച്ചധികം ബ്ലോക്ക് കിട്ടി, അവർക്കും ബ്ലോക്കിലായി. അപ്പോൾ അവർ കുറച്ച് ലേറ്റായി. നമ്മൾ സ്പോട്ടിലെത്തി രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരെ വെയിറ്റ് ചെയ്യാമെന്നായിരുന്നു പ്ലാന്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ചുകൂടി ടൈം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ 3 ആളും കൂടെ, ഞാനും ഋഷിയും അഭിയേട്ടനായിരുന്നു നമുക്ക് കൂടെ ഹെൽപ്പിന് വന്നത്. അഭിയേട്ടനന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഭയങ്കര അടിപൊളി, ഭയങ്കര കിടിലൻ പ്രോപ്പർട്ടിയാണിത്. ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ളൊരു ഗോൾഫ് ക്ലബ്ബാണ്. എൻ്റെ ഡ്രസ്സ് എനിക്ക് 2 days മുന്നേ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. അപ്പോൾ ഡ്രസ്സ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് തന്നെ എനിക്ക് കൊച്ചിയിലെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ ഗോൾഫ് ക്ലബ്ബിൽ പോയി ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മളുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ സോൾട്ട് ആൻഡ് പെപ്പറിൽ സോങ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിരുന്നു എൻ്റെ ഡ്രസ്സ്. അതിന് പറ്റിയ സ്പോട്ട് കറക്റ്റ് അത് നമുക്ക് ഗോൾഫ് ക്ലബ്ബിലാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഞങ്ങളത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ ഗോൾഫ് ക്ലബ്ബ് സെറ്റാക്കിയിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നായിരുന്നു. 2 hours നമുക്ക് സ്ലോട്ട് തന്നിരുന്നത്. എല്ലാം ഹറിബറിയായിട്ട് തലേ ദിവസം ചെയ്തതിൻ്റെ ഒരു ഉറക്കക്കുറവും ഒക്കെ നിന്നിട്ട് എനിക്ക് കുറച്ച് എനർജി ലോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നത്. പക്ഷേ വെയിലും കൂടെ ഉണ്ടല്ലോ, നമ്മൾ ഔട്ട്ഡോർ ആവുമ്പം നല്ലപോലെ വെയിലടിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ശരിക്കും നല്ല രസമായിരുന്നു ഷൂട്ടൊക്കെ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ഒരു 10 മണി ആയെങ്കിലും നമുക്കധികം അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. ഇനിയിപ്പം ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ആയതാണോ എന്നെനിക്കറിയില്ല. നമ്മളുടെ സേവ് ദ ഡേറ്റ് തൊട്ട് ദ കംപ്ലീറ്റ് പരിപാടി വെഡ്ഡിങ് ചെയ്തത് മോണോക്രോം മോങ്ക് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ്. അത് ഋഷി കണ്ടുപിടിച്ചൊരു പേജായിരുന്നു. നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു നമുക്ക് നല്ല കുറേ ഫോട്ടോസ് കിട്ടുമെന്ന്. ബിക്കോസ് ഡ്രസ്സും എൻ്റെ ഋഷിയുടെ ഡ്രസ്സ് ആ കളർ കോമ്പിനേഷനും ഫുൾ ഗ്രീനറി ട്രീസൊക്കെ ഉള്ള ഈ ഏരിയയും കൊണ്ട് നമുക്ക് ഉറപ്പായിരുന്നു നല്ല ഫോട്ടോസ് കുറേ കിട്ടുമെന്ന്. പക്ഷേ സേവ് ദ ഡേറ്റ് വീഡിയോ കിട്ടിയതൊരു 3-4 days മുന്നെയാണ്. ആക്ച്വലി 3-4 days അല്ല, ഒരു 6 days മുന്നെയാണ് കല്യാണത്തിൻ്റെ കിട്ടിയ. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അതിനേക്കാളും ബെറ്ററായിട്ട് ഞങ്ങൾക്കത് കിട്ടി. എനിക്കറിയില്ല അത് അവരെപ്പോഴൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് മൊത്തത്തിൽ ഒരു ഓട്ടവും കറക്കവും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല ഓക്കെ കിടലനായിട്ട് വരും എന്നുള്ളത്. അത് ഞാൻ എന്തായാലും താഴെ ടാഗ് ചെയ്യാം, സേവ് ദ ഡേറ്റ് വീഡിയോ. പക്ഷേ എഡിറ്റ് ചെയ്തവർ ഫസ്റ്റ് ടൈം നമുക്ക് സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അയച്ചു തന്നപ്പോൾ തന്നെ ഭയങ്കര സൂപ്പറായിരുന്നു. കുഞ്ഞു കറക്ഷൻസ് ഇൻട്രോ പാർട്ടിന് മാത്രമേ ഞാൻ ചേഞ്ച് വരുത്തിയുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു വെറൈറ്റി ആണെങ്കിലും അങ്ങനെ ഓവറാക്കാതെ ഒരു ഭയങ്കര രസത്തിൽ ചെയ്യാൻ പറ്റി. ഞാൻ ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോസിൽ കുറേ ക്ലിപ്സ് ഇങ്ങനെ കിട്ടുമോ അങ്ങനെ കിട്ടുമോ. ആക്ച്വലി എനിക്ക് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് എടുക്കാനുള്ള ടൈം അത്ര ഉണ്ടായിരുന്നില്ല. 2 hours ഫോട്ടോ പ്ലസ് വീഡിയോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്കമൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കറങ്ങി ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത പോസ് അങ്ങനെ നോക്കുക. ആ കറങ്ങുന്നതാണെങ്കിൽ ശരിയാവത്തുമില്ല മിക്കവാറും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചോ വീഡിയോ ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ചെയ്ത് കിട്ടി. ഈ ഡ്രസ്സ് ശരിക്കും എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനിൽ എനിക്കുണ്ടായിരുന്നൊരു സ്കേർട്ടും ടോപ്പും ആയിരുന്നു. അതിൻ്റെ സ്കേർട്ടാണ് അത്. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൽ അന്ന് എനിക്കത്ര ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. ഫോട്ടോസ് തീരെ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുമില്ല.
കുറച്ച് ഫോട്ടോസ് എന്തോ ഉണ്ടായുള്ളൂ, അതാണ് എനിക്കിഷ്ടമായിട്ടുമില്ല. അപ്പോൾ ഞാൻ പണ്ടേ വിചാരിച്ചത് ഈ സ്കേർട്ട് ഞാൻ റീയൂസ് ചെയ്തിട്ട് കല്യാണത്തിന് എന്തെങ്കിലും പരിപാടിക്ക് ആഡ് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും കൊടുക്കുന്ന അമ്മാന ഡിസൈൻസിൽ കൊടുത്തു. ചേച്ചി ഇത് ഗൗൺ ചെയ്യണം എന്ന് പറഞ്ഞു, ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. ചേച്ചി ഞാൻ എന്താണോ കൺവേ ചെയ്തത് അതിനേക്കാളും അടിപൊളിയായിട്ട് കിടലായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നു. അപ്പോൾ അത് ഞാൻ സേവ് ദ ഡേറ്റിൽ ഇട്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടി. ആക്ച്വലി എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു മെറ്റീരിയലും ഒക്കെ ചേച്ചി അടുത്ത സ്റ്റിച്ചിങ് കോസ്റ്റൊക്കെ വലിയ കുഴപ്പമില്ല. ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് അത് കുഴപ്പമില്ലായിരുന്നു. ശരിക്കും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഡ്രസ്സ്. അതിൻ്റെ ഉള്ളിൽ ക്യാൻ സ്കേർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ആ ഒരു നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സായതുകൊണ്ട് ഹോൾ വെയിറ്റ്, ആ ഡ്രസ്സിൻ്റെ ഹോൾ വെയിറ്റ് ആ 2 ഇതിലാണ് വന്നോണ്ടെന്ന് വെച്ചാൽ. അപ്പം ആ ഡ്രസ്സ് ആ നൂഡിൽ സ്ട്രാപ്പ് ഒന്ന് ജസ്റ്റ് മാറ്റുമ്പോൾ തന്നെ ഫുള്ള് ചുമന്നൊരു ലൈൻ പോലെയായിരുന്നു എൻ്റെ ഷോൾഡേഴ്സിലുണ്ടായിരുന്നത്. അത് ഭയങ്കര ഹെക്ടിക്കായിരുന്നു അതിട്ടിട്ട് നടക്കുന്ന മാത്രമല്ല, ഇത് ഫുള്ള് ഓട്ടവും ചാട്ടവും ഒക്കെ ആയതുകൊണ്ട് ആ വെയിറ്റ് ഫുള്ളി ക്യാരി ചെയ്തിട്ട് ആ ഡ്രസ്സ് അങ്ങനെ ആയി. പക്ഷേ ഞാൻ കുറേ എൻജോയ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്കേർട്ട് ആക്ച്വലി ഇത് കൊറോണ ടൈമിലായിരുന്നു ചേട്ടൻ്റെ കല്യാണം. സ്കേർട്ട് അമ്മ തയ്ച്ച സ്കേർട്ടാണ്. അത് ഞാൻ പലരുടെതും പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തു അമ്മ അതുപോലെ തയ്ച്ച് തന്നു. ഇതായിരുന്നു നമ്മുടെ മെയിൻ ഔട്ട്ഫിറ്റ്. ഇതല്ലാണ്ട് നമുക്കൊരു ഡ്രസ് ചേഞ്ച് കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കവടിയാറുള്ളൊരു കഫേ പോയിട്ടാണ് എടുത്തത്. ഞാൻ ഫോട്ടോസ് എല്ലാം ലാസ്റ്റ് ടാഗ് ചെയ്യാം. ഷൂട്ട് കഴിഞ്ഞു ഗൈസ്, നമ്മൾ തിരിച്ചു പോകുന്നു ഗൈസ്.